ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു ഏഹ്, ഒരു റിവ്യൂ അത്രേ ഉള്ളൂ. ചെറിയെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇത് ഏഹ്, ഈ ലാപ്ടോപ്പിൻ്റെ ഒപ്പം കിട്ടിയ കീബോർഡ് പെട്ടെന്ന് പൊടിയാൻ പിടിക്കാൻ മതി. ഇതിനാണ് പുറത്തേക്കൊന്നും കൊണ്ടുപോയില്ല. മോശമില്ല, നല്ലൊരു കീബോർഡ്. വേഗം പൊടിയാൻ പിടിക്കുന്നുണ്ട്. ഓക്കെ, അതല്ല ഇതതിൻ്റെ അപ്പുറം കിട്ടിയ മൗസ്. പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങിയ മൗസ് പാഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2 ദിവസം മുന്നേ വാങ്ങി. പിന്നെ ചാർജർ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട്. പേര് LOQ. അപ്പോൾ ഇത് വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ ബേക്കിലത്തെ സിസ്റ്റം വരുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇത് ഒന്ന് മറ്റേ മൗസ് വെക്കാനുള്ള സാധനം, വെക്കാനുള്ളൊരു പോർട്ട്. പിന്നെ ഇവിടെ വേറെന്തോ ഒരു ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു HDMI പോർട്ട് ആകുന്നുണ്ട് ഇവിടെ. ഇതാണ് HDMI പോർട്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലാപ്ടോപ്പും പിന്നെ TV-യും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് വിഷ്വൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റുന്ന എൻ്റെ സെറ്റപ്പ് അത്. പിന്നെ ഇത് സാധാരണ പോലെ തന്നെ നമുക്ക് USB-ൻ്റെ ഡാറ്റ കാർഡില്ലേ, അതിനെ കുത്താൻ പറ്റുന്ന സാധനം ഇത്. ഇതും അതുപോലെ തന്നെ നമുക്ക് മറ്റേ വയറിലും കുത്താം, വേണം USB-ൻ്റെ ഡാറ്റ കാർഡിലും കുത്താൻ പറ്റുന്ന സെറ്റപ്പ്. പിന്നെ ഹെഡ്സെറ്റ് കുത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ക്യാമറൻ്റെ ഓൺ ഓഫ്. പിന്നെ ഇതെന്തിനാണ് ഇത് ചിലപ്പോൾ ഐഫോണിൻ്റെ വേറെ കുത്താനായിട്ട് അതിൻ്റെ രീതിയിലുള്ള ഒരു C ടൈപ്പ് ഇതാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ കാണിച്ചാൽ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡൽ ഇത് മറ്റേ GeForce RTX, പിന്നെ AMD Ryzen 7000 Series 5 അങ്ങനെ നമുക്ക് കാണുന്നത്. ഇതിൻ്റെ മോഡൽ നോക്കുകയാണെങ്കിൽ ഞാനിത് മറ്റേ തലശ്ശേരി മൈജി പോയിട്ട് കുറേ അന്വേഷിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ തപ്പാൻ കഴിച്ചിട്ട് നേരെ പോയിട്ടങ്ങ് വാങ്ങിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ കണക്ഷൻ ചെയ്തിട്ടാണ്, ഈ കമ്പ്യൂട്ടറായിട്ട് കണക്ഷൻ ചെയ്തിട്ടാണ്. ഇതിൻ്റെ മൗസ് പാഡിൻ്റെ ഇത് ബാറ്ററിയും പിന്നെ ബേക്കിൽ വെച്ച സാധനമില്ലേ, അത് ഇതാ ഇവിടെ ഉണ്ടാവുക. അത് നിർത്തിയിട്ട് അതിൻ്റെ ബേക്കിലും കുത്തിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ്, പിന്നെ ബൂട്ടോട് ഓക്കെ. ബൂട്ടിൽ ഏകദേശം സ്റ്റോറേജ് 477 GB, പിന്നെ ഗ്രാഫിക്സ് കാർഡ് 6 GB, ഇൻറ്റേർണൽ റാം ഏകദേശം 16.0 GB, പിന്നെ പ്രൊസസ്സർ AMD Ryzen 5, പിന്നെ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ നെയിം ലാപ്ടോപ്പ് UI C76155C, പിന്നെ പ്രൊസസ്സർ AMD നേരത്തെ പറഞ്ഞ, ഇൻറ്റേർണൽ റാമും നേരത്തെ പറഞ്ഞ, പിന്നെ ഡിവൈസ് ID അങ്ങനെ എന്തെല്ലാം പേരിൽ കണ്ടുണ്ട്. പിന്നെ പ്രൊസസ്സർ ID, സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, X64
ബേസ്ഡ് പ്രൊസസ്സർ, പിന്നെ പെൻ ആൻഡ് ടച്ച്. ടച്ച് ഉണ്ട്? ഇല്ല, ടച്ചൊന്നുമില്ല. നോ പെൻ ടച്ച് ഇൻപുട്ട് ഇസ് അവൈലബിൾ ഫോർ ദിസ് ഡിസ്പ്ലേ. പിന്നെ ഞാനിത് എനിക്ക് കിട്ടുമ്പോൾ ഇത് വിൻഡോസ് 11 തന്നെയാണ്. എനിക്ക് തോന്നുന്നു വിൻഡോസ് 11 എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എഡിറ്റിങ്ങിനും മറ്റേ ഫോട്ടോഷോപ്പിലൊന്നും പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. വിൻഡോസ് 11 എഡിറ്റിങ്ങിനാണ് എന്തെല്ലോ പ്രശ്നം കാണിക്കുന്നത്. ഞാൻ ഇന്നലെ ഒന്ന് അപ്ഡേറ്റ് ആക്കിയൊരു പ്രീമിയറിൽ എന്തോ മറ്റേ ഓഡിയോൻ്റെ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് എന്തോ മാറിപ്പോയി. പിന്നെയും മാറ്റി ഓഡിയോൻ്റെ എന്തോ മറ്റേ പ്ലേ ആക്കുമ്പോൾ കേൾക്കുന്നില്ലേ, എൻ്റെ അത് മാറ്റിയിട്ട് സെറ്റാക്കി. എന്നാൽ MME എന്ന് പറഞ്ഞിട്ട് സംഭവം. ഇത് എഡിഷന് വിൻഡോസ് 11 ഹോം സിംഗിൾ ലാംഗ്വേജ് വെർഷൻ 25H2 അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇത് തന്നെ. അപ്പോൾ എനിക്ക് പറയുന്നത് വെച്ചാൽ ഇതിൽ വിൻഡോസ് 11 ചിലപ്പോൾ അത്ര നല്ലതായിരിക്കില്ല. എഡിറ്റ് ചെയ്യുന്ന മറ്റേ എഡിറ്റേഴ്സിന് വിൻഡോസ് 11 ചിലപ്പോൾ നല്ലതാണോന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ചിലപ്പോൾ ഇത് വിൻഡോസ് 11 വിൻഡോസ് 10 തന്നെ മാറ്റും. കാരണം വിൻഡോസ് 11 എനിക്ക് അത്ര പഠിക്കുന്നില്ല വെച്ചാൽ ഇതിൻ്റെ നല്ല രീതിയിലുള്ള ആനിമേഷനും കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം ഓക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ വർക്കിന് അത് സെറ്റാകുന്നില്ല, പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അധികവും വിൻഡോസ് 11 മാറ്റിയിട്ട് വിൻഡോസ് 10 തന്നെ ആക്കും. ഇന്നലെ ഞാൻ മാറ്റിപ്പോയിട്ട് ഞാൻ മറ്റേ അതിന് മുമ്പേ ഒരു സംഭവം ഉണ്ടാക്കിയാണ്. അതായത് ഇതിൻ്റെ ആൻറ്റിവൈറസ് മഞ്ചിന്ന് സെറ്റാക്കി ആൻറ്റിവൈറസിനായിരുന്നു. അത് ആടുന്ന് ഓടി ചോദിച്ചാൽ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ട്രയൽ മാത്രം ആക്കി വെച്ചിട്ടുള്ളതാണ്. അതായത് കുറേ ദിവസത്തേക്ക് ഒന്നുമില്ല, ജസ്റ്റ് ട്രയൽ മാത്രം. എന്നിട്ട് അതാണ് അതിൽ നിന്നല്ല എൻ്റെ ഡേറ്റ് കഴിഞ്ഞത് എന്താ സംഭവിച്ച. എന്നിട്ട് നോക്കുമ്പോൾ മറ്റേ സോഫ്റ്റ്വെയർ ഒന്നും ഓണാകുന്നില്ല, പ്രീമിയർ ഓണാകുന്നില്ല, പിന്നെ എഡോബ് ബ്രിഡ്ജ് ഓണാകുന്നില്ല, പിന്നെ മറ്റേ FL സ്റ്റുഡിയോ അത് ഓണാക്കുമ്പോൾ സൗണ്ട് വരുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് നേരെ മാഹി പോയി. അവിടെ IT മാറ്റിൻ്റെ ബ്രാഞ്ചിൻ്റെ മാഹി തന്നെ. എന്നിട്ട് അവിടുന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് ഒരു ജസ്റ്റ് ട്രയലിൽ മാത്രമേ ഈ മറ്റേ ആൻറ്റിവൈറസ് ആക്കിയിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു. എൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഏകദേശം ഒരു 850 റുപ്യ കൊടുത്തിട്ട് ആൻറ്റിവൈറസിൻ്റെ 1 വർഷത്തേക്കുള്ളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി അതുകൊണ്ട് പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. 1 വർഷത്തേക്ക് ഇനി ആൻറ്റിവൈറസിൻ്റെ സോഫ്റ്റ്വെയർ ഓണാത്ത പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കാര്യമായിട്ട് റിവ്യൂ പറയാനായിട്ടില്ല. കാരണം ഞാനിതിപ്പോൾ വാങ്ങിയിട്ടാക്കി 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും 1 മാസം കഴിഞ്ഞിട്ട് ഒരു ടോട്ടൽ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് പെർഫോമൻസ് 1 മാസത്തിന്, അതായത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ പെർഫോമൻസ് 1 മാസത്തിന് ശേഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അന്നേരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ആ കമ്പ്യൂട്ടർ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ലാപ്ടോപ്പ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കുറേ ക്രെഡിറ്റ് ഉണ്ട്, അതെല്ലാം കുറേ കൊടുക്കണം. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ പിന്നെന്ന് വെച്ചാൽ ഞാനിതാ ഒരു മൗസിൻ്റെ ഇതിലിടുന്ന സാധനമില്ല ഈ സംഭവം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഇതല്ലേ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് ഒരു ഷേപ്പ് പോലെ കവർ ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു, അതേ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ജസ്റ്റ് ഒരു അതിൻ്റെ മുകളിൽ ഇടൽ മാത്രമാണ്. ഇത് കീബോർഡിൻ്റെ മുകളിൽ ജസ്റ്റ് അങ്ങ് വെക്കൽ മാത്രമേ ഉള്ളൂ. കീബോർഡിന് മറ്റേ കവർ ചെയ്യുന്ന സാധനം പൊടിയൊന്നും പിടിക്കാണ്ട് കണ്ടിട്ട് ഇത് ഞാനാണെന്ന് ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ മറ്റേ കേസ് ഇടുന്നതിന് പ്രശ്നമുണ്ടോ. ഒരു പറഞ്ഞ വെച്ചാൽ കേസ് ഇടുമ്പോൾ മറ്റേ ലാപ്ടോപ്പിൻ്റെ കേസ് ഇല്ലേ അതിടുമ്പോൾ ചിലപ്പോൾ ഹീറ്റിംഗ് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. അതായത് ചൂടാകുന്ന സമയത്ത് എൻ്റെ ചൂട് പുറത്ത് പോകാണ്ട് ഉള്ളിൽ തന്നെ ഇങ്ങനെ കുമറി നിൽക്കാണ്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേസ് ഇടുന്ന അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റേ ഡിസ്പ്ലേയുടെ സ്ക്രീൻ കാർഡ് അതിൻ്റെ ഏകദേശം തന്നെയാണ് പറഞ്ഞത്. അതായത് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പൊടിയൊന്നും വരില്ലായിരിക്കും. ഒട്ടിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എപ്പോഴെങ്കിലും നമുക്കിത് പറിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നല്ല കട്ടിയിലവിടെ ഒട്ടിയിരിക്കുന്നുണ്ടായിരിക്കില്ലേ. അപ്പോൾ പറിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡിസ്പ്ലേ അടക്കം പറയാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഒട്ടിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിയെല്ലാം ഇങ്ങനെ വരുമ്പോൾ പിന്നെ അതിൻ്റെ ഇതുണ്ടാവും, അതിൻ്റെ തുടക്കുന്ന തുണി ഉണ്ടാവും, അതിനെ കൂടി തുടച്ചിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് സംഭവങ്ങൾ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ
ഒരു മാസം കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ കൂടി നമുക്ക് ചെയ്യാം. ലെനോവോൻ്റെ LOQൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്, ഒരു മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞിട്ടിടാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.